ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വിഷ്ണു ഗോപാൽ കൂടി ചേരുകയാണ്. വിഷ്ണു, ഹൃദ്രോഗിയായ ഒരു യുവാവിനെ പിടിച്ചുകൊണ്ടുപോവുകയാണ് സുപ്രീം കോടതി മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട്. അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയാണ്. നിങ്ങളിന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഇത് പോലീസിൻ്റെ സമീപനമായി മാറുന്നു. കൂടൽ മാത്രമല്ല ഇത്. വിഷ്ണു ഗോപാൽ. അതെ അതെ, ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങളെടുത്ത മാർച്ച് ഇതൊരു കൂടൽ സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല. 10 വർഷക്കാലമായി ഇല്ലാത്തൊരു പ്രവണത കഴിഞ്ഞ 1.5 മാസക്കാലമായി കേരളത്തിലെ പോലീസിനെ കയറൂരി വിട്ടുകൊണ്ട് ഈ പറയുന്ന സാധാരണക്കാർക്ക് എന്നും തണലായി നിൽക്കേണ്ട, താങ്ങായി നിൽക്കേണ്ട കേരള പോലീസ് ഇന്ന് സാധാരണപ്പെട്ട ജനങ്ങളുടെ മേളിൽ മാത്രമേ ഉള്ളൂ. എത്രയോ കേസിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന പോലീസിന്റെ മുന്നിൽ കൂടെ പോകുന്നു. അവരെ ഒന്നും കയറി ആക്രമിക്കാതെ സാധാരണപ്പെട്ട കേവലം ഒരു കേസിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ, ഒരു രോഗി എന്ന് പോലും പരിഗണിക്കാതെ ആ ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. ആ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലബിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് ബൂട്ട് വെച്ച് ചവിട്ടുകയും കാലിന്റെ വെള്ളയിൽ ഈ പറയുന്ന ലാത്തി ഉപയോഗിച്ച് പണ്ട് കാലത്തെ പോലീസിന്റെ 3ാം മുറയാണ് വീണ്ടും കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായി മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പോലും ഇതിനകത്ത് കൃത്യമായി പ്രതികരണം നടത്തുന്നില്ല. ഇപ്പം ഇന്ന് ഡിവൈഎഫ്ഐ നടത്തിയത് ഒരു സൂചന ആയിട്ടുള്ള ഒരു സമരം മാത്രമാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ വകുപ്പുതല അന്വേഷണമോ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമ നടപടിയോ എടുത്തില്ലെങ്കിൽ ഏറ്റവും വലിയ സമരത്തിലേക്ക് തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഡിവൈഎഫ്ഐ കടക്കും. തീർച്ചയായും ഈ വിഷയത്തിൽ വിഷ്ണു ഗോപാലാണ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ് നമ്മളോട് പ്രതികരിച്ചത്.